നമുക്കേ കോവയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കാമേ. ഇത് പുതിയ രീതിയിൽ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പിടാം. കോവയ്ക്ക അതേണ്ട ഈ രീതിയിൽ ചെറുതായിട്ട് ഇങ്ങനെ വീതിയിൽ അരിഞ്ഞെടുക്കണം. അതേ കണ്ടില്ലേ, വളരെ നൈസായിട്ട്. അതിന് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി നമുക്ക് അങ്ങോട്ട് ചേർക്കാം. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾ ഇട്ടതിൻ്റെ കുറേ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി കൂട്ടി ചേർക്കാം. എന്നിട്ട് നമുക്ക് 1 ടീസ്പൂണ് കോൺഫ്ലവർ ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കിയിട്ട് ഒരു 20 മിനിറ്റ് നമുക്കിത് അടച്ചു വെക്കാം. എന്നിട്ട് ഇത് ഫ്രൈ ചെയ്യാം. എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. കോവയ്ക്ക ഫ്രൈ ചെയ്യാൻ അങ്ങോട്ടിടാം. നമുക്ക് കോവയ്ക്ക ഒന്ന് തിരിച്ച് മറിച്ച് ഇടാം. കോവയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി അതെല്ലാം പ്ലേറ്റിലോട്ട് കോരുക. നല്ല ക്രിസ്പിയും ആയിട്ടുള്ള കോവയ്ക്ക, നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോവയ്ക്ക. ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് മെഴുക്കോട്ടിയും തോരനും അല്ലാതെ ഇങ്ങനെ ചെയ്യാം നമുക്ക്. അതുപോലെ കറി വെക്കാം. കോവയ്ക്കയും കൊണ്ട് പലതരത്തിലുള്ള കൂട്ടാൻ നമുക്ക് ഉണ്ടാക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബായ്.